വി ഹാവ് ഹാനി മുസ്തഫ ഹിയർ. ഓട്ടോ എന്തൂസിയാസ്റ്റിക് വേൾഡിൽ അല്ലെങ്കിൽ ആ ഒരു വേൾഡിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് ഹാനിക്ക. ആൻഡ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വേൾഡ് കാർ ഓഫ് ദ ഇയർ എന്ന് പറയുന്ന അത്രയും വലിയൊരു ഈവെന്റിന്റെ വൺ ഓഫ് ദ ജൂറി മെമ്പേഴ്സ് ആണ് ഹാനിക്ക. റേഡിയോ ആയിട്ടുള്ള കണക്ട് എന്താണ്, വണ്ടി ഓടിക്കുമ്പോൾ റേഡിയോ കേൾക്കാറുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് റേഡിയോ മാങ്കോ ആൻഡ് ടീം ഫോർ ഹാവിങ് മീ ഹിയർ. കോഴിക്കോടുകാരനായിട്ട് കോഴിക്കോടുള്ള ഫസ്റ്റ് കേട്ടു തുടങ്ങിയ റേഡിയോയിൽ വരുമ്പോൾ ഒരു പ്രഷർ തന്നെയാണ്. എന്നാന്ന് വെച്ചിടത്തോളം വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഞാൻ വർത്തമാനത്തിൽ ആണ് എഴുതി തുടങ്ങിയെങ്കിലും എനിക്കൊരു എക്സ്പോഷർ കൂടുതൽ ലഭിച്ചു. നമ്മൾ ഫാസ്റ്റ് ട്രാക്കിൽ എഴുതിയിട്ടായിരുന്നു, ഒരു 3 വർഷത്തോളം ഫാസ്റ്റ് ട്രാക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹാവിങ് സെഡ് ഓൾ ദാറ്റ്, എനിക്ക് പാട്ട്, മ്യൂസിക്, അതുപോലെ തന്നെ റേഡിയോ എല്ലാം ഡ്രൈവിംഗ് മാത്രമാണ്. അല്ലാതെ വീട്ടിൽ പാട്ട് കേട്ടിരിക്കുന്ന സ്വഭാവമില്ല, അതുപോലെ തന്നെ ഓഫീസിലൊന്നുമില്ല. കേൾക്കുന്നവരുണ്ടാവും, പക്ഷെ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ പാട്ടും കേൾക്കും, റേഡിയോ കേൾക്കും. റേഡിയോ രാവിലെ ഒരു ഡ്രൈവിനെല്ലാം പോയി തിരിച്ച് ഫസ്റ്റ് ടൈം ഉണ്ടാവില്ല, കാരണം എനിക്ക് വണ്ടി എൻജോയ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് എല്ലാം ക്വയറ്റായി, മേ ബി വിൻഡോ തുറന്നിട്ട് പുറത്തുള്ള ബ്രീസും കിട്ടും, അല്ലെങ്കിൽ വണ്ടിയുടെ എൻജോയ് ചെയ്യും. പിന്നെ കേറുന്ന നമ്മൾ ശരിക്കും പറഞ്ഞാൽ റേഡിയോ ഇടും. മിക്കവാറും കൃഷ്ണൻ്റെ സൗണ്ടായിരിക്കും കേൾക്കുന്നുണ്ടാവാം. രാവിലെ ആയിട്ടുള്ള ഷോ ഉണ്ട്. പിന്നെ എപ്പം ട്രാവൽ ചെയ്യുമ്പോഴും റേഡിയോ കണക്ട് ചെയ്തിട്ടുണ്ടാവാം. ഡ്രൈവിംഗ് ഈസ് എ ആർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാം. ഡ്രൈവിംഗ് ഒരു പ്രോസസ്സ് മാത്രമാണ്, എല്ലാവർക്കും ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അത് ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റണം. അതിനൊരു റിതം വേണം. ആ റിതം ക്യാൻ ബി കണക്ട് വിത്ത് മ്യൂസിക്. എനിക്ക് ചില പാട്ടുകൾ ആ റിതമിൽ കണക്ട് ആയി വരും. ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ പോലെ ദിൽഷാദ മൂവിയിൽ ആ സാധനം കേൾക്കുമ്പോൾ നമുക്കൊരു ഡ്രൈവിലേക്ക് എൻട്രി ചെയ്യുന്ന ഫീൽ ഉണ്ടാവും. ഞാനൊരു ചില ഹൈ പിച്ച് സോങ്ങിൽ പോയി ചിലപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്ത്, എനിക്ക് പാട്ടിനെ കുറിച്ച് പറയാറില്ലെങ്കിലും നമ്മൾ വണ്ടി ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന ഫീൽ എനിക്ക് കിട്ടുക. അപ്പം അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ലൈക്ക് ദിൽഷാദ ഉണ്ടാവും. പിന്നെ എന്ന് വെച്ചിട്ട് ഡയറക്ട്ലി നമ്മൾ വണ്ടിയിൽ കണക്ട് ചെയ്യുന്നു. ഇപ്പം റോജലുള്ള പാട്ട്, റോജല, ഇനീഷ്യൽ ടൈം ഓഫ് എ റഹ്മാൻ, പിന്നെ ചില പഴയ സോങ്സ് അതെൻ്റെ നൊസ്റ്റാൾജിക് ആയിരിക്കും. കാരണം ചെറുപ്പം മുതലേ മൊമറാഫിയും മുകേഷിനെല്ലാം കേട്ടിട്ട് വളർന്നുകൊണ്ട് ഗസൽസ്. അപ്പം പിക്ക് ചെയ്യാൻ 5 എണ്ണം എടുക്കാൻ പറ്റില്ല, ഈ ഒരു 5 എറ വേണമെങ്കിൽ എടുക്കാം. പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ ബോണിയം പോലത്തെ എവർഗ്രീൻ സോങ്സ്, ദാറ്റ് ഈസ് ലൈക്ക് ലവ്ലി ഫോർ ഡ്രൈവ്. സോ ദിസ് ഇസ് മൈ കരിയർ എന്ന് ചൂസ് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ്, അല്ലെങ്കിൽ അങ്ങനെ തിങ്ക് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ചെറുപ്പം മുതൽ വണ്ടിയാണ് ആഗ്രഹിച്ചു വന്നത്. A4 അംബാസഡർ എന്ന് പറഞ്ഞ് പഠിച്ചു തുടങ്ങിയ, അത് വെറുതെ അല്ല, എനിക്ക് എന്തെങ്കിലും ഓണിൽ വർക്കിലെല്ലാം വണ്ടിയായിരുന്നു. ഇപ്പം പണ്ട് ബോംബെയിലെല്ലാം ആദ്യമായിട്ടെല്ലാം പോയപ്പോൾ അന്ന് വലിയ സിറ്റി പോയത് ബോംബെ. ഇപ്പോൾ കൺസ്ട്രക്ഷനിലും ബിൽഡറെല്ലാം ഉണ്ട്. ഇപ്പോൾ ബിൽഡിംഗ് കാണിച്ചു തരും. ഞാൻ താഴെയുള്ള വണ്ടിനെ പറ്റി പറയും. എന്നോട് ഞാൻ നിന്നോട് താഴെ നോക്കാമല്ല മേലെ നോക്കാനാണ് പറഞ്ഞു തരും. അപ്പോൾ അത്തരത്തിൽ വണ്ടി അത്രയും കണക്റ്റഡ് ആണ്. എന്നിട്ട് നമ്മൾ പഠിക്കാൻ പറ്റിയത് എനിക്ക് BBA MBA ആണ്. കാരണം ഞാൻ ബിസിനസ്സിലേക്ക് വരും, ഫാദർ ബിസിനസ് ഫോളോ ചെയ്യുന്ന കരുതി. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഏട്ടൻ മുത്താബാണ് പറഞ്ഞത്, പുള്ളി ബിജോയ് കുമാർ എന്ന് തന്നെ ശരിക്കും കേരളത്തിൽ ഫസ്റ്റ് ഒരു അന്തരിക്കുന്ന ഓട്ടോ ജേർണലിസ്റ്റാണ്. പുള്ളി BS മോട്ടറിംഗ് എന്ന മാഗസീനിൽ എഴുതി തുടങ്ങി. പുള്ളിയുടെ ഒരു സ്റ്റോറി ടൈംസ് എന്തെങ്കിലുമായിട്ട് വന്ന പേപ്പർ കട്ടിങ് അയച്ചിട്ട് നിനക്ക് ഇങ്ങനെ എന്താ ചിന്തിച്ചുകൂടെന്ന് വെച്ചൊരു കത്ത് എഴുതി. പുള്ളി കത്ത് എഴുതുന്ന സ്വഭാവമാണ്. അതാണ് എൻ്റെ ഒരു ശരിക്കും പറഞ്ഞ ഒരു തോട്ട് വന്നത് എഴുത്തിലേക്ക്. അതെല്ലാം ഫ്രീലാൻസ് ആയിട്ട് എഴുതി തുടങ്ങിയെങ്കിലും 2011 10 TV ഷോ തുടങ്ങുന്നത്. 11 നമ്മളൊരു 50th എപ്പിസോഡ് ഒരു സെലിബ്രേഷൻ കാലിക്കറ്റ് വെച്ച് നടത്തി. അന്നാണ് ശരിക്കും ഞാൻ ഉപ്പനോട് മുമ്പേ ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കേണ്ട സംഗതി എൻ്റെ സ്പീച്ചിൽ ഞാൻ പറഞ്ഞു പോയി. ഞാൻ പ്രിപ്പയർ ചെയ്ത സ്പീച്ച് അല്ല എന്ന് പറഞ്ഞു, ഉള്ളിൽ നിന്ന് വന്ന് പറഞ്ഞപ്പം സംഭവം ഈ കോട്ട് ഇറ്റ്. പിറ്റേന്ന് അല്ലേ അന്ന് വൈകിട്ട് വീട്ടിൽ പോയപ്പം ഇവിടെ പറഞ്ഞു, നീ ഇത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് തന്നെ പോയിക്കോ. ഇത് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ചീത്ത പറഞ്ഞാൽ ബിസിനസ് എല്ലാം വീട്ടിലേക്ക് തന്നെ പോയിക്കോ നമ്മൾ ചീത്ത പറയില്ലേ. അപ്പം ഞാൻ നിങ്ങളെന്താ ഉദ്ദേശിച്ചത്? അല്ല, നിങ്ങൾക്ക് ഇത് ഡെവലപ്പ് ചെയ്യണമെന്നാണെങ്കിൽ ഇതിൽ പോകണം. എനിക്ക് നിന്റെ സംസാരം മനസ്സിലായതാണ്. നീ ഇതിൽ പോയാലേ നിന്റെ ഫീൽഡ് ഡെവലപ്പ്, മറ്റേ അവിടെ ഇവിടെ ആയിട്ട് നിന്നാൻ പറ്റില്ല. അത് വലിയ ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു. അതിലേക്ക് പോയി എന്ന് മാത്രമല്ല, പിന്നെ അവിടെ ചാലഞ്ചിങ് ടൈം ആയിരുന്നു. കാരണം ഒരു സ്റ്റേബിൾ ഇൻകം സാലറിയിൽ നിന്നിട്ട് മാരീഡ് മാൻ വിത്ത് 2 kids വിത്തൗട്ട് ഇൻകം ആണ് ഇനീഷ്യൽ ലൈഫിൽ ഒരു 4-5 years ഉണ്ടായിരുന്നത്. സോ ദാറ്റ് ലൈക്ക് ആ ഒരു മൊമെന്റിൽ ഞാൻ തളർന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ പാഷൻ വിട്ടിരുന്നെങ്കിൽ ഐ വുഡന്റ് ഹാവ് ബീൻ ഹിയർ ഇൻ എനി ഫോം. അപ്പോൾ അത് സ്ട്രൈവ് ചെയ്ത് വന്നു. ഞാൻ അതിൽ ഫുള്ള് ഡിറ്റർമിൻഡ് ആയിട്ട് പോയി, എല്ലാ ഓപ്പർച്യൂണിറ്റി ട്രൈ ചെയ്യാൻ തുടങ്ങി. ദെൻ ലൈക്ക് ഐ ഗോട്ട് ടു നോ സംവെയർ ദിസ് സംതിങ് വിച്ച് ക്ലിക്സ് ഫോർ മീ. ആ മൊമെന്റ് വരെ ഇറ്റ് വാസ് ചാലഞ്ചിങ്, ബട്ട് താങ്ക് ഗോഡ് ഐ ആം ഹിയർ. നമ്മൾ ഇന്ത്യൻസ് പൊതുവെ ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജർമ്മൻ വെഹിക്കിൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫോറിൻ വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു ഫോറിൻ ബ്രാൻഡാണ് നമ്മൾ ചൂസ് ചെയ്യുക. ലൈക്ക് നമ്മുടെ ഇന്ത്യയുടെ ഒരു ബ്രാൻഡ് ഒരു ആ ലെവലിലേക്ക് എത്താനായിട്ട് എത്ര കാലം എടുക്കും? ഓക്കെ, നൈസ് ക്വസ്റ്റ്യൻ, വെരി ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ത്യയിലുള്ള ഫോറിൻ ബ്രാൻഡ്സ് ആണെങ്കിലും ഇന്ത്യൻ മെയ്ഡ് ആണ്. ഇനിയിപ്പോൾ നമ്മളത് കുറച്ചുകൂടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ജാപ്പനീസ് ഉണ്ട്, കൊറിയൻസ് ഉണ്ട്. ഇന്ത്യ സ്പെസിഫിക് വണ്ടി ഉണ്ടാക്കുന്ന ബ്രാൻഡ്. അപ്പോൾ അവര് അത്രയും ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട് വണ്ടികൾ.
അത് നമ്മളിവിടെ പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട്. മാരുതി എന്ന് പറഞ്ഞാൽ ഒരു എൻട്രി ലെവലിൽ പൂർണ്ണമായിട്ട് ഇന്ത്യൻ കമ്പനി നമ്മൾ പറഞ്ഞാലും എഗെയിൻ സുസുക്കിയാണ്. പക്ഷെ ഒരു ലെവൽ കഴിഞ്ഞാൽ മാരുതി വിട്ടിട്ട് ആൾക്കാർ അടുത്ത ബ്രാൻഡിലേക്ക് പോകും. അങ്ങനെ കയറി ഇപ്പോൾ 50 lakhs ഉള്ള ഹ്യുണ്ടായോ അല്ലെങ്കിൽ 70 lakhs ഉള്ള കിയോ വാങ്ങാൻ ആൾക്കാർക്ക് മടിയില്ല. 50 lakhs ഉള്ള കാർണിവൽ എന്തെങ്കിലും ഇട്ടുണ്ട്. ഇനി ഇന്ത്യൻ ബ്രാൻഡ് അവിടെ എത്താനാണെങ്കിൽ ടാറ്റ മഹീന്ദ്ര, മാരുതി പോലെ അല്ല ശരിക്കും. കാരണം അവർ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പൊ അവർ അവിടേക്ക് എത്തുമെന്ന് വെച്ചാൽ എത്തും എന്നുള്ളതിന്റെ തെളിവാണ് പുതിയ വണ്ടികൾ. ഇപ്പൊ താർ ഇറങ്ങി ചൂടപ്പം പോലെ വിൽക്കുകയാണ്, ആളുകൾ ഡിമാൻഡിൽ നിൽക്കുകയാണ്. അതിൽ പ്രൈസ് ഒരു ഫാക്ടറാണ്, കാരണം നല്ല പ്രൈസ് പോയിന്റിൽ വന്നു, പക്ഷേ XUV ഇല്ല അപ്പുറം. അപ്പൊ അങ്ങനെ വന്ന് പോകുമ്പോൾ വണ്ടിയുടെ പ്രൈസ് കൂടിയാലും വാങ്ങാൻ ആളുകൾ റെഡിയാണ്. ആൻഡ് കമ്പനീസ് ആർ ഇംപ്രൂവിങ്. ഇപ്പൊ ടാറ്റയുടെ ഈ അടുത്ത് ഞങ്ങൾ R&Dയിൽ പോയി, UK കോവൻട്രിയിൽ. ജാഗോർ ലാൻഡ് റോവർ തുടങ്ങിയ ഫെസിലിറ്റി അവരിപ്പോൾ ടാറ്റ യൂസ് ചെയ്യുന്നത്. ജാഗോർ ലാൻഡ് റോവർ വേറെ ഉണ്ടാക്കി കൊടുത്തു, ഒരു ഗ്രൂപ്പ് കമ്പനിയാണ്. ആ ഫെസിലിറ്റിയിൽ ഒരു സാധനം ഡെവലപ്പ് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് ആൻ ഇന്റർനാഷണൽ ക്വാളിറ്റി ഇൻപുട്ട് ആസ് എഞ്ചിനീയറിംഗ് ഡിസൈൻ. അപ്പൊ അവിടേക്ക് എത്താൻ പണില്ല. ബ്രാൻഡ് വാല്യൂ ഒന്ന് കൂടണം, ആളുകളുടെ പെർസ്പെക്റ്റീവ് മാറണം. ആൻഡ് അതൊരു സൈമൾട്ടേനിയസ്ലി നടക്കും. അതിന് പറ്റുന്ന വണ്ടികൾ കൂടെ വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇൻ നെക്സ്റ്റ് 10 years there will be like premium Indian brands in the market. കേട്ടിട്ടുണ്ട് നമ്മൾ സ്ലോ പേസിലുള്ള സോങ് കേൾക്കുന്ന സമയത്ത് ചിലപ്പം ഡ്രൈവിങ്ങും ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് സ്ലോ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഫാസ്റ്റ് ബീറ്റുള്ള സോങ് ആണെങ്കിൽ ചിലപ്പോൾ സ്പീഡ് ചെറുതായിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഡ്രൈവിങ്ങിന്റെ ടൈമിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും പെർട്ടിക്കുലർ ജോണറിലുള്ള സോങ് കേൾക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോഴും പക്ഷേ ഇന്ത്യൻ ബയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കാർ എടുക്കണം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് മൈലേജ് ആണ് കീ ഫാക്ടറായിട്ട് പലരും നോക്കുന്നൊരു കാര്യം. സേഫ്റ്റി ഫീച്ചേഴ്സിന്റെ കാര്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പലരും ബാക്കോട്ട് നിൽക്കുകയാണ്. അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പം കൂടുതൽ ഇപ്പം ലോവർ മിഡിൽ ഇൻകം ഗ്രൂപ്പ് തന്നെയാണ്. അവർക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഓരോ സ്പെൻറ്റും കൗണ്ടഡ് ആണ്. കാരണം അവർ ഒരു കാൽക്കുലേഷനിലാണ് ജീവിച്ചു പോകുന്നത്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ പ്രശ്നമാണ്. അപ്പം മൈലേജ് ഒരു ഫാക്ടർ തന്നെയാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. മൈലേജ് കിട്ടുന്ന സേഫ് ആയിട്ടുള്ള വെഹിക്കിൾ, അതാണ് ഇപ്പോഴത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ ഗോ ടു കാർ നിൽക്കുന്നത്. ഈ മലയാളികളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളീസ് എന്ന് പറഞ്ഞൊരു ബെഞ്ച് മാർക്കിംഗ് സെഗ്മെന്റ് ആണ് ഇന്ത്യ തന്നെ. എന്തിനും, ഓട്ടോമൊബൈൽ മാത്രമല്ല, യു ടേക്ക് ഇലക്ട്രോണിക്സ്, യു ടേക്ക് ഹോം അപ്ലയൻസ്, ഈവൻ സ്റ്റൈൽ, ഫാഷൻ, എനിത്തിങ്, ഹോട്ടൽസ് എല്ലാം നമ്മൾ ബെഞ്ച് മാർക്കിങ്. കാരണം നമ്മൾ എന്ത് ചെയ്തോ അത് നാളെ നമുക്ക് ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻസിൽ കുറച്ച് ഗ്രൂപ്പുണ്ട്, പക്ഷേ ഇന്ത്യയിലെ മേജർ ആയിട്ടുള്ള ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്ന നമുക്ക് കാണാം. അത് ഓട്ടോമൊബൈലിൽ വലിയൊരു ശതമാനമുണ്ട്. ഇപ്പോൾ ടാറ്റ ഇന്ത്യയിൽ അല്ല കേരളത്തിൽ സെക്കൻഡ് സെയിൽ ആയ സമയത്ത് ഇന്ത്യയിൽ അപ്പോഴും തേർഡായിരുന്നു. ഇന്നിപ്പോൾ ഇന്ത്യയിൽ കയറി സെക്കൻഡിൽ എത്തുന്നുണ്ട്. ഉണ്ടാക്കിയ ത്രെട്ടാണ് ടാറ്റ. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ആർട്ടാണ്. ആർക്ക് വേണമെങ്കിലും ഡ്രൈവ് ചെയ്യാം. പക്ഷേ ഡ്രൈവിംഗ് ഒരു ആർട്ടായി മാറുമ്പോഴാണ് അത് പ്രോപ്പർ ആവുന്നത്. ഇന്ത്യയിലൊരു ഡ്രൈവ് കൾച്ചർ, നമുക്ക് കുറച്ചും കൂടി കേരളത്തിലേക്ക് വരാം. കേരളത്തിലൊരു ഡ്രൈവ് കൾച്ചർ എങ്ങനെ മാറണമെന്നാണ് ആനിക്ക വിചാരിക്കുന്നത്? അതിലൊരു മാറ്റം വരാനുണ്ടോ? ഒരുപാട് ഒരു ആർട്ട് വരയ്ക്കാൻ ആർക്കും പറ്റും. ഒരു ആർട്ടിസ്റ്റ് ആവുന്നത് അതിൽ ഒരു ആർട്ട് വരുമ്പോൾ, അതേപോലെ തന്നെ പാടാനും ബാത്റൂം സിംഗേഴ്സ് എല്ലാം ഉണ്ടെങ്കിലും ഒരു കലാകാരനാവുന്ന രീതി ഉണ്ട്. അതിൽ വലിയൊരു ഫാക്ടർ എങ്ങനെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നതും അതേപോലെ തന്നെ ഈ ട്രാഫിക് കൾച്ചർ കീപ്പ് ചെയ്യുന്നതാണ്. സ്കൂൾ ലെവലിൽ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുക. നമ്മളൊരു 10th കഴിയുമ്പോഴേക്ക്, ബേസിക്കലി ഒരു 12th കഴിയുമ്പോഴേക്ക് നമ്മൾ നാട്ടിലെ കുട്ടികളെല്ലാം തന്നെ ഡ്രൈവിങ്ങിന് പാകമായിട്ടുള്ള ഏജിലെത്തും. ബട്ട് വാട്ട് റൂൾ വി തോട്ട്, അത്രയും കാലം കൊണ്ട് നമ്മൾ എന്താ ഇടം വല്ലം ചേർന്ന് നടക്കുന്നതിനെ കുറിച്ച് പറയും, നോക്കുന്നതിനെ കുറിച്ച് പറയും, സീബ്ര ക്രോസിൽ കയറാം. പക്ഷെ റോഡിൽ ഇറങ്ങുമ്പോഴുള്ള മാനറിസം എന്തൊക്കെ പഠിപ്പിക്കുന്നു. ഒരു കൊല്ലത്തിൽ ഒരു ചെറിയ കരിക്കുലത്തിൻ്റെ പാർട്ടായിട്ട് മതി. അത് ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ബ്ലഡിൽ ആയി മാറും, അല്ലെങ്കിൽ നമ്മളെ മസിൽ മെമ്മറിലാവും. പിന്നെ അവർ തെറ്റിക്കില്ല. അപ്പോൾ റൂട്ട് ലെവലിൽ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ചേഞ്ച് ഉണ്ടാവും. പിന്നെ വേണം ആർട്ടിസ്റ്റും ആവാം, വെറും ഡ്രൈവറും ആവാം. ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കിട്ടാനായിട്ട്. പോരാത്തിന് നല്ല എക്സ്പെൻസീവ് ആണ്. നേരെ മറിച്ച് നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇത്രയും കാലം ഇപ്പൊ കേരളത്തിൽ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മന്ത്രി പുതിയ റൂൾസ് എടുത്തു. അപ്പൊ ആളുകളൊക്കെ അതിന് എഗൻസ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ റൂള് വന്ന സമയത്ത് തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ലൈസൻസ് എടുക്കുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പൊ പിന്നെയും കുറച്ചുകൂടെ ലളിതം ആക്കിയിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? നമ്മുടെ ഒരു കേരളത്തിലുള്ള ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് കുറച്ചുകൂടെ ഡിഫിക്കൾട്ട് ആക്കണോ, അല്ലെങ്കിൽ ഇപ്പൊ പോകുന്ന രീതിയിൽ തന്നെ പോകണം എന്നാണോ തോന്നുന്നത്? ദുബായിലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദുബായിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ പറഞ്ഞ പോലത്തെ ആക്സിഡന്റ് റേറ്റ്സ് കുറവാണ്. മൊത്തത്തിലുള്ള ആക്സിഡന്റ് റേറ്റ് അല്ല പറഞ്ഞത്, അത് സ്പീഡും അതുപോലെ തന്നെ കൺട്രോൾ മിസ്സായിട്ടുള്ളതുണ്ട്. അത് ഡ്രൈവിംഗ് മോശമായിട്ടില്ലല്ല. ഈ ഡ്രൈവിംഗ് മോശമായിട്ട് തിരിയിൽ തട്ടുന്നതും ആളെ പോയി തട്ടുന്നതും അങ്ങനത്തെ പരിപാടി അവിടെ കുറവാണ്. അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം ഉള്ളതുകൊണ്ട് മന്ത്രി പറഞ്ഞത് നല്ലൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നി. കാരണം കുറച്ചുകൂടെ ടഫ് ആയി കഴിഞ്ഞാൽ സ്ക്രീനിങ് നടക്കും.
ഇത് കുറച്ചുകൂടെ വിപുലമാക്കേണ്ട ഒരു സെഗ്മെന്റ് എനിക്ക് തോന്നുന്നത് 2 വീലറാണ്. കാരണം 2 വീലേഴ്സിൽ ഇന്നിപ്പോൾ ലൈസൻസ് എടുക്കാനുള്ള മാൻഡേറ്റ് എന്താ, നമ്മൾ ഓടിച്ച് കാണിക്കണം എന്നേ ഉള്ളൂ. അതിൽ സെഗ്മെന്റൈസ് ചെയ്യണം എന്ന് ഞാൻ പറയും. കാരണം 2 വീലറിന് ലൈസൻസ് എടുത്ത് ശരിക്കും പറഞ്ഞാൽ ഒരാളെ എക്സ്പീരിയൻസ് ആയിട്ടില്ല ആ സമയത്ത്. നമ്മളിപ്പോൾ ഇല്ലീഗലി വണ്ടി ഓടിക്കാൻ തുടങ്ങിയ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റണ്ടറോ മറ്റോ അല്ല ഞാൻ പറയുന്നത്. ലീഗലി ആദ്യമായിട്ട് സ്കൂട്ടർ പഠിച്ചു നമ്മൾ ലൈസൻസ് എടുക്കുമ്പോൾ 18-year ബോയ് മീൻസ് ഈസ് എ വെരി ഇൻഎക്സ്പീരിയൻസ് ബോയ്. അവൻ്റെ കയ്യിൽ ഒരു 100cc 150cc മേലുള്ള വണ്ടി കൊടുത്താൽ ഈ ഹാസ് നോ പവർ ഓർ കൺട്രോൾ ചെയ്യാനുള്ളതില്ല. അപ്പം അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നതാണ് ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ആക്സിഡൻസ്. ഇപ്പോൾ നമ്മൾ വണ്ടി സ്പെസിഫിക് പറയുന്ന അല്ലെങ്കിലും ഇപ്പോൾ ഡ്യൂക്കോ അല്ലെങ്കിൽ എക്സ്പൾസ് എല്ലാം പോകുന്ന പോക്ക് കാണാൻ നമുക്കറിയാം. ഇത് ആ ആവേശത്തിൽ ഇതിങ്ങനെ കൊടുക്കുമ്പോൾ പോകുന്ന പോക്കിൽ അതങ്ങോട്ട് കൊണ്ടുപോകാനല്ലാതെ ഇവരുടെ കൺട്രോൾ ഇസ് വെരി ലെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 year 150cc, അത് കഴിഞ്ഞാൽ 2nd year up to 250cc ഇങ്ങനെ ഒരു മാൻഡേറ്റ് വെച്ച് കഴിഞ്ഞാൽ by the time you're getting a very powerful like 500cc or something, you will be an experienced rider. Which like experienced like in the sense you can save yourself plus save others. ഇന്നത്തെ പ്രശ്നം അതാണ്. അപ്പോൾ അതേപോലെ കാറിലും കുറച്ചുകൂടെ മാൻഡേറ്റ് സ്ട്രിക്റ്റ് ആക്കുകയാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാം. ആക്സിഡൻസ് ഉണ്ടാവുന്നുണ്ടോ ബാക്കി ഉണ്ടാവുന്ന സെക്കൻഡ് പക്ഷേ അതിൻ്റെ സ്റ്റെപ്പ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ വി ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു സേ. അപ്പോൾ അത് വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആക്കിയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജെൻസി നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ജനറേഷൻ നോക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് പേഴ്സണലൈസേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോ ഒരു മോഡിഫിക്കേഷൻ എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ബട്ട് ലൈക്ക് മറ്റേ ആക്സസറീസ് വൈസ് അല്ല, ചിലപ്പോൾ ECU റീമാപ്പിംഗ് ആയിരിക്കാം, നമ്മുടെ എക്സോസ്റ്റ് വണ്ടിയുടെ വാൾവട്രോണിക്സ് ആക്കാം, അങ്ങനത്തെ പലതും ഉണ്ട്. സോ അങ്ങനത്തെ ഒരു മോഡിഫിക്കേഷൻ കൾച്ചറിലേക്ക് എന്താണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ, മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്. ഇവിടെ എന്താ വെച്ചാൽ ഒരു ക്ലാഷ് നടക്കുന്നുണ്ട് ടു ബി ഫ്രാങ്ക്. കാരണം റൂൾസ് കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ലോ ആൻഡ് റൂൾസ് ഉണ്ട്. അത് അബൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അതോറിറ്റീസ് ഉണ്ട് ഒരു സൈഡിൽ. മറ്റടുത്ത് നമ്മളെ പോലത്തെ വണ്ടി ഭ്രാന്തന്മാർ വണ്ടിമേൽ എന്തെങ്കിലും ചെയ്യണം. നമ്മളൊരു ഫോൺ കിട്ടിയാൽ നല്ലൊരു കവർ ഇടും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇടും. ഇതേപോലെ തന്നെ വണ്ടിയും ഓൺലി തിങ് ഈസ് ലൈക്ക് ഇറ്റ് ഈസ് ഇൻ ദ പബ്ലിക്. അതുകൊണ്ട് അത് വേറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, വേറെ ആളെ പോയി തട്ടരുത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബേസിക് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ, വണ്ടി കൺട്രോൾ ചെയ്യാൻ, മെഷീൻ കൺട്രോൾ ചെയ്യാൻ ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ റൂൾ ഡസൻറ്റ് അലൗ ദാറ്റ്. അതാണ് ഈ ഒരു ക്ലാഷുള്ളത്. ഇപ്പം നമുക്ക് ഇന്ത്യയിലെ റൂള് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയിലെ റൂൾസ് ഉണ്ട്. കുറേ കാര്യങ്ങൾ വളരെ നമ്മൾ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രിയാണ്. കുറേ കാര്യങ്ങൾ ഇതാണെങ്കിലും ഈ പറഞ്ഞ വണ്ടിയുടെ കാര്യത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോട്ട് അപ് ടു ദാറ്റ് സ്റ്റാൻഡേർഡ്, സബ് സ്റ്റാൻഡേർഡ്. കാരണം വി ആർ നോട്ട് ദ സെറ്റ് ബെഞ്ച് മാർക്കേഴ്സ് ഇൻ ദ വേൾഡ്. നമ്മൾ പുറത്തുള്ള എടുത്തു പോയി കഴിഞ്ഞാൽ ഒരു പെർഫോമൻസ് ലെവൽ കൂട്ടുന്നതിന് ഒരു പരിധി ഉണ്ട്. ലീഗലി ഇത്ര വരെ ചെയ്യാം. അതേപോലെ തന്നെ വണ്ടി ലിഫ്റ്റ് ചെയ്യുന്നത് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞാൽ നിങ്ങളൊരു അതോറിറ്റിയുടെ അടുത്ത് പോയിട്ട് ലൈസൻസ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ യു ബൗണ്ട് ടു റൈഡ് ദ കാർ ഓർ ഡ്രൈവ് ദ കാർ ഓർ വെഹിക്കിൾ. പിന്നെ ആഫ്റ്റർ ദാറ്റ് ഒരു സംഗതി അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്പെരിമെൻ്റ് ആയി ചെയ്യുന്നത് അതിനാരും സ്റ്റോപ്പ് ചെയ്യില്ല. പക്ഷേ പ്രൊവൈഡഡ് യു ഹാവ് ടു യൂസ് ഇൻ ക്ലോസ് പ്ലേസസ് ഓർ ട്രാക്ക് ഓർ സംതിങ്. നമുക്ക് അൺഫോർച്യുനേറ്റ്ലി അത്ര ട്രാക്കൊന്നുമില്ല. പക്ഷെ നമുക്കിവിടെ സാധാരണ ചെയ്തിരുന്ന റീമാപ്പിങ്ങോ കുറച്ചൊരു അപ്സൈസ് ടയറോ വീലിടുന്നു, ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക ഫിസിക്സോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡയമെൻഷൻസിലോ ഒന്നും വലിയ പ്രശ്നമോ അല്ലെങ്കിൽ അതിനെ കൊണ്ട് വലിയ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതൊരു റൂൾ അങ്ങനെയല്ല, ഇത്ര വരെയൊന്നുമില്ല. റൂൾ നിങ്ങൾ ഒറിജിനൽ മാറ്റി കഴിഞ്ഞാൽ തീർന്നു.